നമസ്കാരം. ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് എങ്കിലും വലിയ ക്ലാസ്സിൽ വന്നാലും നമ്മൾ തെറ്റിക്കുന്നതുമായിട്ടുള്ള ഒരു സെക്ഷനാണ് ഇന്ന് വളരെ ഈസി ആയിട്ട് ഇനി ഒരിക്കലും തെറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതാണ് ഏരിയ ആൻഡ് പെരിമീറ്റർ. പലപ്പോഴും നമുക്ക് എല്ലാ ക്ലാസ്സിലും ഒരു 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എല്ലാ ക്ലാസ്സിലും 10 വരെയുള്ള ക്ലാസ്സുകളിലും പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഏരിയ ആൻഡ് പെരിമീറ്റർ. പക്ഷേ പലർക്കും ഒരു സംശയം വരും, നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏരിയ കണ്ടുപിടിക്കാനാണോ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ഒരു കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ അതിന് മുമ്പ് ആദ്യം നമ്മൾ തുടങ്ങുന്നത് ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ ഇത് എന്താണ് ഏരിയയും പെരിമീറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ന് ആദ്യം നോക്കാം. നമുക്കൊരു എക്സാമ്പിളായിട്ട് നോക്കിയ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ എടുക്കുന്നു. ഒരു റെക്റ്റാങ്കിളിന് 4 സൈഡും 4 ആംഗിളുമാണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. ഇതിൻ്റെ ഒരു പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുമുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ മലയാളത്തിൽ തന്നെ ചുറ്റളവെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഇവിടുന്ന് ABCD എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നൂല് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചരട് വെച്ച് അല്ലെങ്കിൽ റോപ്പ് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് തുടങ്ങി കഴിഞ്ഞാൽ അതാ ഇവിടുന്ന് ഇവിടം വരെ കൊണ്ടുപോയി, ഇവിടുന്ന് ഇവിടം വരെ കൊണ്ടുപോയി, ഇവിടുന്ന് ഇവിടം വരെ കൊണ്ടുപോയി, ഇവിടുന്ന് കൊണ്ടുപോയി, എന്നിട്ട് ഈ ചരടിൻ്റെ അല്ലെങ്കിൽ ഈ റോപ്പിൻ്റെ മൊത്തം നീളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും പെരിമീറ്റർ. അതായത് ചുറ്റുമുള്ള ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ്. ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് പ്ലസ് ഇത്രയും ഡിസ്റ്റൻസ് പ്ലസ് ഇത്രയും ഡിസ്റ്റൻസ് പ്ലസ് ഇത്രയും ഡിസ്റ്റൻസ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും പെരിമീറ്റർ. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പെരിമീറ്റർ ഒരിക്കലും തെറ്റില്ല. ഇതിൻ്റെ മൊത്തത്തിലുള്ള ദൂരം നമുക്കിപ്പോൾ ഏത് ഷേപ്പ് തന്നാലും നമുക്കതിൻ്റെ ഇക്വേഷനൊന്നും അറിയത്തില്ല എങ്കിൽ എന്ത് ചെയ്യണം, ഡയറക്റ്റായിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ മതി, നമുക്ക് പെരിമീറ്റർ കിട്ടും. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കൺസെപ്റ്റാണ്. പിന്നെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ചില ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി, ഇതിൻ്റെ ഇവിടം വരെയുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ L എന്നെടുക്കാം, ഇവിടം വരെയുള്ള ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് B എന്നെടുക്കാം, ഇവിടെ നിന്നുള്ള ലെങ്ത് L എന്നെടുക്കാം, ഇവിടെ നിന്നുള്ള ബ്രെഡ്ത്ത് B എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എന്തെഴുതാം, നമുക്കറിയാം പെരിമീറ്റർ ഈസ് ഈക്വൽ ടു ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് ലെങ്ത് പ്ലസ് ഇവിടുന്ന് ഇവിടം വരെ B പ്ലസ് ഇവിടുന്ന് ഇവിടം വരെ L പ്ലസ് ഇവിടുന്ന് ഇവിടം വരെ B അല്ലേ. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ത് കിട്ടും? ഇവിടെ 2 L ഉണ്ട്, അതുകൊണ്ട് 2L എന്ന് എഴുതാം. 2 B ഉണ്ട്, 2B എന്ന് എഴുതാം. ഇതിനെ ഈ ഒരു 2 കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 2 × L + B എന്ന് എഴുതി. ഇതാണ് നിങ്ങൾ പെരിമീറ്ററിൻ്റെ ഇക്വേഷനായിട്ട് പഠിച്ചിട്ടുള്ള 2 × L + B ഇങ്ങനെയാണ് കിട്ടുന്നത്. വളരെ സിമ്പിളാണ്. ഇത് എഴുതുന്നതിന് പോലെ അഥവാ മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 4 സൈഡ് ആഡ് ചെയ്ത് വെച്ചാലും മതി. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ. ഇനി നമുക്കൊരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററാണ് കണ്ടുപിടിക്കണമെങ്കിലോ നമുക്ക് ABC എന്ന് പറയുന്നൊരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി, നേരെ ABയും BCയും ACയും കൂടെ അങ്ങ് ആഡ് ചെയ്താൽ മതി. 3 സൈഡും കൂടെ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെരിമീറ്റർ കിട്ടി. ഇനി നമുക്കൊരു സ്ക്വയറിൻ്റെ പെരിമീറ്ററാണ് കണ്ടുപിടിക്കുന്നത് വിചാരിക്കും. ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ത് ചെയ്യണം, ഒരു സൈഡ് A തന്നേക്കുന്നു, എല്ലാ സൈഡും ഈക്വൽ ആണെന്ന് അറിയാമല്ലോ. സ്ക്വയറിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്. സോ ഒരു സൈഡ് A തന്നു കഴിഞ്ഞാൽ ഇവിടെയും A, എല്ലാ സൈഡും A പ്ലസ് A എന്ത് കിട്ടും, 4A 4A അല്ലേ. അപ്പോൾ സ്ക്വയറിൻ്റെ പെരിമീറ്റർ ഇക്വേഷൻ എന്താണ്, 4A. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പെരിമീറ്റർ ഓഫ് സ്ക്വയർ പറഞ്ഞു 4A, പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ പറഞ്ഞു 2 × L + B. ബാക്കി എല്ലാ ഷേപ്പിനും നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചാൽ മതി. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി 4 സൈഡും കൂടെ 4 ബൗണ്ടറിയും കൂടെ ആഡ് ചെയ്ത് വയ്ക്കുക. ക്ലിയർ ആയോ? ഇനി പെരിമീറ്റർ തെറ്റത്തില്ലല്ലോ. പെരിമീറ്റർ ഇപ്പോൾ ഫെൻസിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെൻസ് എന്ന് പറഞ്ഞാൽ ചുറ്റി കെട്ടുന്നതല്ലേ. അല്ലെങ്കിൽ നമ്മളൊരു ഒരു കോമ്പൗണ്ട് വാൾ കെട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പെരിമീറ്ററാണ് എടുക്കുന്നത്. ഒരു ഗ്രൗണ്ടിൻ്റെ ചുറ്റും ഒരു കുട്ടി ഓടുകയാണെങ്കിൽ അത് പെരിമീറ്റർ നോക്കിയാൽ മതി. ഓക്കെ, ഇതാണ് പെരിമീറ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതിൻ്റെ ഇക്വേഷൻ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഈ മനസ്സിലായി. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഏരിയയാണ്. ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുമുള്ള അളവല്ല. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളെടുത്ത ആ റെക്റ്റാങ്കിൾ നമ്മൾ ഒന്നുകൂടെ എടുക്കുന്നു. അതായത് ABCD എന്ന് പറയുന്ന ആ ഒരു റെക്റ്റാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് ബ്രെഡ്ത്ത് അല്ലേ. ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ആ ഒരു പോർഷനെ പറയുന്ന പേരാണ് ഏരിയ. ഇതിനകത്തുള്ള പോർഷൻ, നമുക്ക് ഏത് ഫിഗർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ആ ഒരു പോർഷൻ അതാണെന്ത്, അതിൻ്റെ ഏരിയ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി റെക്റ്റാങ്കിളിൻ്റെ കേസിലാകുമ്പോൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം, ലെങ്ത് ടൈംസ് ബ്രെഡ്ത്ത് അല്ലെങ്കിൽ L × B, അതാണ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ഈ ലെങ്തും ഈ ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ഒരു സ്ക്വയറിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത് വിചാരിക്കുക. ഇതൊരു സ്ക്വയറാണ്, എല്ലാ സൈഡും A ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ലെങ്തും A തന്നെ ബ്രെഡ്ത്തും A തന്നെ. അപ്പോൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു A². A × എത്ര, A². അല്ലെങ്കിൽ നിങ്ങൾ A കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇക്വേഷൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ LB അല്ലേ, L × B. സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ A². തീർന്നു, കഴിഞ്ഞു. മനസ്സിലായോ? ഇനി നമുക്കൊരു ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത് വിചാരിക്കുക. പലർക്കും കൺഫ്യൂഷൻ വരുന്നതാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്.
ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. ഇതൊരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് ഇതിൻ്റെ ലെങ്തും ഇതിൻ്റെ ബേസും ഹൈറ്റുമാണ് നോക്കുന്നത്. ഇവിടുന്ന് ബേസും ഇതിൻ്റെ ഹൈറ്റുമാണ് വിചാരിക്കുക. ഹൈറ്റും ബേസും ആണ് വിചാരിക്കുക. ഈ ബേസും ഹൈറ്റും ഉണ്ടെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് എന്നൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിനെന്തൊക്കെ വേണം? ബേസ് വേണം, പിന്നെ എന്ത് വേണം? ഹൈറ്റ് വേണം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സ് നമുക്ക് ഈ ഹൈറ്റ് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എടുക്കാം, പക്ഷേ ബേസ് ഇത് എടുക്കണം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് ഹൈറ്റ് എടുക്കാം, അങ്ങനെയാണെങ്കിൽ ബേസ് ഇത് എടുക്കണം. ട്രയാങ്കിൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് തിരിച്ചും മറിച്ചും വെച്ചാൽ അതിൻ്റെ ബേസും ഹൈറ്റും എടുക്കാം. ഈ ബേസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതായിരിക്കും ഹൈറ്റ്. ഈ ബേസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഹൈറ്റ് ഇങ്ങോട്ട് വരും. ക്ലിയർ ആയോ? അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഹാഫ് ബി എച്ച് ആണ് ഇക്വേഷൻ. ഓർത്തിരിക്കുക. ഇനി കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലേക്ക് ഒരു 8th സ്റ്റാൻഡേർഡൊക്കെ വരുമ്പോൾ നിങ്ങൾ മറ്റൊരു ഇക്വേഷൻ പഠിക്കും. അതായത് നമുക്ക് ബേസും ഹൈറ്റ് എന്നാൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. പകരം നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ആണ് തന്നിരിക്കുന്നത്. എയും ബിയും സിയും ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക, എയും ബിയും സിയും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ബേസും ഹൈറ്റും ഒന്നും തന്നിട്ടില്ല. എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടുപിടിക്കാൻ പറ്റിയ എളുപ്പ വഴിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഏരിയ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, ഇത് കുറച്ച് വലിയ ക്ലാസ്സിലേക്കാണ്, അത് ഒരു 8th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അവിടെയാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇത് ഹെറോൺസ് ഫോർമുല എന്ന് പറയും. ഓക്കെ, എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി, ഇതാണ് ഇക്വേഷൻ. ഇതിനകത്ത് എന്താണ് എസ് എന്ന് പറയുന്നത്? സെമി പെരിമീറ്റർ എന്ന് പറയും. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ആഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സെമി പെരിമീറ്റർ എന്തായിരിക്കും? അതിൻ്റെ പകുതി, അതായത് എയും ബിയും സിയും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതാണ് സെമി പെരിമീറ്റർ. അപ്പോൾ 3 സൈഡ് തന്നാലും നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഏരിയ ആൻഡ് പെരിമീറ്ററിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇത് ബേസിക് മാത്തിൽ 10 മിനിറ്റ് പോലും ഇല്ല ഈ വീഡിയോ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവെല്ലാം കൂടെ കൂട്ടുക, ഏരിയ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള അളവാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കണം. പക്ഷേ കണ്ടുപിടിക്കുന്ന ആ ഒരു ടെക്നിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പോൾ ഏരിയയും പെരിമീറ്റർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ എക്സാമ്പിൾസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ചേർത്ത് നമുക്കൊരു വീഡിയോ, നിങ്ങളുടെ കമൻറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റും അനുസരിച്ച് മാത്രമേ ഞാനത് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് ഇക്വേഷൻസ് മാത്രം, അതിൻ്റെ ഫോർമുലാസ് മാത്രം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മാർക്ക് മേടിക്കുക.